അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹോം മെയ്ഡായിട്ട് ചോക്ലേറ്റ് ഗണേഷ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പം അതിൻ്റെ റെസിപ്പീസൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതിനായിട്ടൊരു 1/2 കപ്പ് ക്രീം എടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമാണ് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതാ വിവോൻ്റെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഒരു തിളത ഇങ്ങനെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതിലേക്ക് 1/2 കപ്പ് തന്നെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് താനെ നല്ലപോലെ ലൂസായിട്ട് കിട്ടും. നിങ്ങൾക്കത് ഗ്രേറ്റ് ചെയ്തിടാണെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും, നന്നായിട്ട് വേഗമായി കിട്ടും. ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. ഞാനപ്പോൾ അതിലേക്ക് ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ട് കൊടുക്കുന്നത് നല്ല ഗ്ലേസിങ് കിട്ടാനാണ്. നമ്മൾ ഗണാഷ് ഒഴിക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും ഗണാഷിന്. അതിന് വേണ്ടിയാണ് ബട്ടർ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗണാഷ് റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അരിപ്പ വെച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബബിൾസ് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ബബിൾസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അരിപ്പ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ച് കാണിച്ചിട്ട് നല്ല ലൂസായിട്ടാണ് തിരിക്കുക. ഇത് കുറച്ച് ചൂടാറ് വരുന്തോറും നല്ല ടൈറ്റ് ആയിരിക്കും. നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്താ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുന്നത് കാണിച്ചു തരാം. ഞാനൊരു അരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. ചെറിയതായിട്ട് ചൂടൊന്നും പാടില്ല, നല്ലപോലെ ചൂടാറിന് ശേഷം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ക്രീം ലൂസായി പോവും. താങ്ക് യു ഫോർ വാച്ചിങ്.